ഹായ് ഡിയേഴ്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്ന അനലിറ്റിക് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു. അതിലുള്ള കോഷി റീമാൻ ഇക്വേഷൻസ്, അവയുടെ കണ്ടീഷൻ അനലിറ്റിക് ആവാനുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാർമോണിക് ഫങ്ഷൻസ് എന്നുള്ളതാണ്. ഒരു റിയൽ വാല്യൂഡ് ഫങ്ഷൻ, സാധാരണ എക്സും വൈയിലുള്ള 2 വേരിയബിൾസിലുള്ള ഫൈ എന്നുള്ള ഒരു റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഹാർമോണിക് ആണ് എന്ന് പറയാനുള്ള കണ്ടീഷൻ. It has continuous partial derivatives of the first and second order and satisfy the partial differential equation phi xx xy plus phi yy xy equal to 0. അപ്പോൾ phi എന്നുള്ള ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ ഹാർമോണിക് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ phi എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ഡൊമൈനിൽ ഹാർമോണിക് ആവാനുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത് phi എന്നുള്ള ഫംഗ്ഷന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം, അവ കണ്ടിന്യൂസ് ആയിരിക്കണം. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് they must satisfy the condition phi xx plus phi yy equal to 0. That is dou square phi by dou x square plus dou square phi by dou y square equal to 0. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിലാണ് phi എന്നുള്ളതിനെ നമുക്ക് ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആണ് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ പറയുന്ന പേര് ലാപ്ലേസ് ഇക്വേഷൻ ഓഫ് ഡിഗ്രി 2, സെക്കൻഡ് ഓർഡർ ലാപ്ലേസ് ഇക്വേഷൻ ആണ്. ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്നുള്ളതിനെ ഇതിനെ വി ക്യാൻ റെപ്രസെന്റ് ആസ് ഡെൽ സ്ക്വയർ ഫൈവ് ഈക്വൽ ടു 0. ഇവിടെ ഈ ഒരു ഡി എന്നുള്ളത് നമ്മൾ സാധാരണ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡെൽറ്റ എന്നുള്ള ഡെൽഫ് എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്ന ഡെൽ തന്നെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇവിടെ തെറ്റിപ്പോയതാണ്. ഡെൽ സ്ക്വയർ ഫൈവ് ഈക്വൽ ടു 0 എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്കൊരു തിയറം ഡിസ്കസ് ചെയ്യാനുള്ളത്. If a function fz is equal to uxy plus ivxy is analytic in a domain D, then its component functions u and v are harmonic in D. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്, ഇഫ് fz equal to uxy plus ivxy is analytic in a domain D. fz എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് d എന്നുള്ള ഒരു ഡൊമൈനിൽ അനലിറ്റിക് ആണ് എങ്കിൽ, f എന്നുള്ള ഫംഗ്ഷൻ അതിന്റെ ഡൊമൈനിൽ അനലിറ്റിക് ആണ് എങ്കിൽ ഇതിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻസ് ആയിട്ടുള്ള യുവും വിയും ഹാർമോണിക് ഫംഗ്ഷൻസ് ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. യുവും വിയും കമ്പോണന്റ് ഫംഗ്ഷൻസ് ആയിട്ടുള്ള യുവും വിയും ഹാർമോണിക് ആണ് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവിടെ യുവും വിയും കമ്പോണന്റ് ഫംഗ്ഷൻസ് ആണ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആയതുകൊണ്ട് തന്നെ, ഡി എന്നുള്ള ഡൊമൈനിൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ അനലിറ്റിക് ആയതുകൊണ്ട് തന്നെ യു വി എന്നുള്ള ഈ കമ്പോണന്റ് ഫംഗ്ഷൻസിന്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡി എന്നുള്ള ഡൊമൈനിൽ ത്രൂ ഔട്ട് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും, കണ്ടിന്യൂസ് ആയിരിക്കും, ആൻഡ് ദേ മസ്റ്റ് സാറ്റിസ്ഫൈ ദി കോഷി റീമാൻ ഇക്വേഷൻസ്. Okay, since fz is analytic in the domain D, the first order partial derivatives of u and v must exist and continuous, and they must satisfy the Cauchy Riemann equations, that is ux is equal to vy and uy equal to minus vx. ux is equal to vy എന്നുള്ളതിനെ equation 1 ഉം uy equal to vx എന്നുള്ളതിനെ equation 2 എന്നുള്ളതുകൊണ്ട് equation 2 എന്നും കൊടുക്കുക. equation 1 നെ with respect to x ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇക്വേഷൻ 1 നെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ux നെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ uxx എന്ന് കിട്ടും. vy എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ vyx എന്നുള്ളത് കിട്ടും. vy നെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ vyx എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അതിന് ഇക്വേഷൻ 3 എന്ന് കൊടുത്തു. അതേപോലെ uy ഈക്വൽ ടു മൈനസ് vx എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ വിത്ത് റെസ്പെക്ട് uy എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ uyy എന്ന് കിട്ടി. vx മൈനസ് vx എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് vxy എന്നുള്ളത് കിട്ടി. അതിനെ ഇക്വേഷൻ 4 എന്ന് കൊടുത്തു. ഇക്വേഷൻ 3ഉം 4ഉം കൂടെ ആഡ് ചെയ്യാം. ഇക്വേഷൻ 3ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് uxx പ്ലസ് uyy ഈക്വൽ ടു vyx മൈനസ് vxy എന്ന് കിട്ടി. vyxും vxyയും മിക്സ്ഡ് ഡെറിവേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് vyx is equal to vxy ആണ്. അപ്പൊ അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നത് uxx plus uyy equal to 0 എന്നുള്ളത് കിട്ടും. Therefore u is harmonic in D. Therefore we can say that u is harmonic in D. ഇതേപോലെ തന്നെ നമുക്ക് സിമിലർ ഫാഷനിൽ
V harmonic in D എന്നുള്ളതും ഷോ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് റിമാർക്ക്, the converse of the above theorem need not be true. That is, U and V are two harmonic functions need not imply that Fz is equal to U plus IV is analytic. The following example illustrate this. അപ്പം യു വി എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസ് അവ ഹാർമോണിക് ആണ് എന്നുള്ളത് കൊണ്ട് യു പ്ലസ് ഐ വി എന്നുള്ള ഫംഗ്ഷൻ അനലിറ്റിക് ആവണം എന്നില്ല. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് പ്രോബ്ലം നമുക്ക് നോക്കാം. പ്രൂവ് ദാറ്റ് യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വി ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ both satisfy Laplace's equation, that is are harmonic, but u plus iv is not an analytic function of z. അപ്പം ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ആദ്യം യുവും വിയും ഹാർമോണിക് ആണ് എന്നുള്ളത് ഷോ ചെയ്യണം. യുവും വിയും ഹാർമോണിക് ആണ് എന്നുള്ളത് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താ, യു വിയും ലാപ്ലേസസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളത് ഷോ ചെയ്യണം. യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ളതാണ് വരുന്നത്. അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ യു എക്സ് ഇസ് ഈക്വൽ ടു 2x എന്ന് കിട്ടും, യു വൈ ഈക്വൽ ടു മൈനസ് 2y എന്ന് കിട്ടും. അതേപോലെ യു എക്സ് എക്സ് കാണാം, യു വൈ വൈ കാണാം. യു എക്സ് ഇസ് ഈക്വൽ ടു 2x വിത്ത് റെസ്പെക്ട് ടു എക്സ് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ യു എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി, യു വൈ വൈ ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടി. Therefore യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടി. Therefore യു ഹാസ് കണ്ടിന്യൂസ് first and second order partial derivatives and satisfies Laplace equation. Therefore u is harmonic എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ഇതേപോലെ തന്നെ v ഹാർമോണിക് ആണ് എന്നുള്ളത് ഷോ ചെയ്യാം. v ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം ഇവിടെ ഡിനോമിനേറ്ററിൽ മാത്രമാണ് എക്സ് വരുന്ന ടേം വരുന്നുള്ളൂ. അപ്പോൾ മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് വരുന്നത്. അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ക്വോഷ്യൻ ഫോർമുല തന്നെ ഉപയോഗിക്കാം. ക്വോഷ്യൻ ഫോർമുല ഉപയോഗിക്കുമ്പോൾ ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് വൈ എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. നെക്സ്റ്റ് മൈനസ് വൈ എന്നുള്ള ഇൻറ്റു എന്ന് വരും, ദാറ്റ് ഈസ് പ്ലസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ 2x. അപ്പോൾ y into 2x divided by denominator the square x square plus y square the whole square എന്നുള്ള ഫോമിൽ വരും. vx is equal to 2xy by x square plus y square the whole square എന്നുള്ള ഫോമിൽ വരും. ഇതേപോലെ vy കാണാം. വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് y square minus x square divided by x square plus y square whole square എന്നുള്ളത് കിട്ടി. ഇനി vx എന്നുള്ളത് vx-നെ വിത്ത് റെസ്പെക്ട് ടു x വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ഇൻറ്റു 2xy എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y മൈനസ് 2xy ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പം 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 2x എക്സ് സ്ക്വയർ എന്നുള്ളതിന്റെ ഡെറിവേറ്റീവ് വീണ്ടും 2x. അപ്പോൾ ടോട്ടലി വരുന്നത് മൈനസ് 8 എക്സ് സ്ക്വയർ വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ റൈസ് ടു 4 എന്നുള്ള ഫോമിൽ വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2y ക്യൂബ് മൈനസ് 6x സ്ക്വയർ വൈ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ ക്യൂബ് എന്നുള്ള ഫോമിൽ കിട്ടി. ഇതേപോലെ vy എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു y വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6x സ്ക്വയർ വൈ മൈനസ് 2y ക്യൂബ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ ക്യൂബ് എന്നുള്ള ഫോമിലാണ്. ഓക്കെ, ഇനി vxx പ്ലസ് vyy എന്നുള്ളത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്ററിലുള്ള ടേമുകൾ എല്ലാം പരസ്പരം നെഗറ്റീവ് സൈനുകൾ വരുന്ന ടേമുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ സം എടുക്കുമ്പോൾ 0 എന്നുള്ള ഫോമിൽ കിട്ടും. Therefore v has continuous first order partial derivatives, first and second order partial derivatives and satisfy the Laplace's equation. Hence v is harmonic. But നമുക്കറിയാം ux is not equal to vy. നമുക്ക് ഇവിടെ ux ഉം vy കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ uy not equal to minus vx. That is the partial derivatives of u and v do not satisfy the Cauchy-Riemann equation, CR equations. Therefore fz is equal to u plus iv is not analytic. Okay.